ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മ രാഘവേട്ടനോട് പറയുക, രാഘവേട്ട, നമ്മുടെ ആ വീട് എൻ്റെ ഉള്ളിലും ഒരു വേദനയായിട്ട് കിടന്നു എന്നെ ഇല്ലാതാക്കുന്നുണ്ട്. പക്ഷേ അത് തിരിച്ചെടുക്കാവുന്നോ, അത് നമുക്ക് സ്വന്തമാക്കാവുന്നോ ഒരാശ്വാസത്തോടെ എനിക്ക് പറയാൻ പറ്റില്ല. എങ്കിലും പറയുക രാഘവേട്ട, കാലം ഒരു പക്ഷേ അത് നമ്മളുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നേക്കും. ഒരിക്കലും നടക്കില്ലെന്നറിഞ്ഞിട്ടും മനസ്സിനെ പ്രതീക്ഷപ്പെടുത്തുന്ന, മനസ്സിനെ അടക്കിപ്പിടിക്കുന്ന ഒരു പ്രതീക്ഷ. ഇനിയുള്ള നമ്മുടെ കാലം തീർക്കാൻ രാഘവേട്ട, നമുക്ക് ആ പ്രതീക്ഷ പോരെ? ഇതൊക്കെ വിഷ്ണു കേട്ട് വിഷ്ണു അവിടെ നിന്ന് സങ്കടപ്പെടുവാണ്. എങ്ങനെയാ ഈശ്വര എൻ്റെ അച്ഛനെയും അമ്മയും അധികാരത്തോടെ ആ വീട്ടുമുറ്റത്ത് എനിക്ക് കൊണ്ടുപോയി നിർത്താൻ പറ്റുന്നത്? നൂർജഹാൻ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുവാണ്. നസീർ അങ്ങോട്ട് വരുന്നുണ്ട്. അവനത് കണ്ടിട്ട് ചോദിക്കുന്നു, നീ എന്തോ ഇത്ര എഴുതിക്കൂട്ടുന്നത്? നീ ഡോക്ടറായിട്ട് വന്നിട്ട് ഇവിടെ ആരെയും ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിനെ ഞാൻ എന്താ പഠിക്കുന്നതെങ്കിലും ഇക്കാക്കയ്ക്ക് അറിയാവോ? ഇനിയിപ്പോഴേ എന്ത് മലമറിക്കുന്ന പഠിപ്പായാലും നിന്റെ ശമ്പളം കൊണ്ട് ഇവിടെ കഴിയേണ്ട ആർക്കും ഒരാവശ്യമില്ല. മാമായി എന്നെ നോക്കി എന്തെങ്കിലുമൊക്കെ വെച്ചും വിളമ്പി നമുക്കങ്ങ് സുഖമായിട്ട് കഴിഞ്ഞാൽ പോരായോ? ഈ ഒരു സുഖവും സന്തോഷവും ആഗ്രഹിക്കാത്ത ഏതൊരു പെൺകുട്ടിയായി ദുനിയാവിലുള്ളത്? 3 നേരവും സുഖഭക്ഷണവും ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തൊക്കെ കറങ്ങുന്നതൊക്കെ മതി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക്. നീ എന്താടി നൂറ ഇങ്ങനെയായിപ്പോയത്? അതെ, എനിക്കൊരല്പം പഠിപ്പുണ്ടായതുകൊണ്ട്. നസീർക്ക പറയുന്ന രീതിയിൽ പെൺകുട്ടികൾ ഉണ്ടാകാം, പക്ഷെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയല്ല. അപ്പോഴേക്കും നസീറിൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നു, ആഹാ, തുടങ്ങിയ രണ്ടുപേരും കൂടെ. ഒരല്പസമയം കിട്ടിയാൽ മതി, അപ്പോഴേക്കും രണ്ടാളും കൂടെ വഴക്കൂടും. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മക്കളെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് കഴിയുന്നത്? എൻ്റെ ഉമ്മ, ഞാൻ വഴക്കൊന്നും ഇടുന്നതല്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഇവളാണ് എതിര് പറയുന്നത്. മാമായ്ക്ക് സുഖമാകുന്നവരെ ഞാനും ഉമ്മ ഇവിടെ തന്നെ കാണും. അതുകൊണ്ടേ പെട്ടെന്ന് കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഞാനും എൻ്റെ ബാപ്പിച്ചി ഇവിടെ തന്നെ ആയിരുന്നല്ലോ കഴിഞ്ഞിരുന്നത്. എനിക്ക് എൻ്റെ ബാപ്പിച്ചിക്ക് ഞാനും, അതായിരുന്നു ഞങ്ങളുടെ കൂട്ട്. ഇനി അങ്ങനെയൊന്നും പറ്റില്ല നൂറെ. നിനക്ക് തനിയെ ഇക്കാക്കയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ല. നസീറിൻ്റെ ബാപ്പ മുകളിൽ നിന്ന് ഇറങ്ങി വരുവാണ്. സംഭവിക്കാൻ പാടില്ലാത്തതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡോക്ടർ പഠനമൊന്നും വേണ്ട, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിക്കാഹ് അങ്ങ് നടത്താം. നൂർജഹാൻ അല്പം പോലും പേടിയില്ലാതെ പറയുന്നുണ്ട്, എനിക്ക് പഠിക്കണം, പഠിത്തം കഴിഞ്ഞ് മതി മറ്റെന്തും എന്നും പറഞ്ഞ് നൂർജഹാൻ അവിടെ നോട്ട്ബുക്കും ഒക്കെ എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ നസീറിൻ്റെ ബാപ്പ പറയുന്നു, അവിടെ നിൽക്കേ, ഞങ്ങളെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അഭിപ്രായം അങ്ങനെ ചോദിക്കാറില്ല. ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ പെണ്ണുങ്ങൾ അങ്ങ് അനുസരിച്ചണം. നൂർജഹാൻ പറയുക, എനിക്ക് ബാപ്പിച്ചി വാക്ക് തന്നതാ, പഠിത്തം കഴിഞ്ഞേ ഉള്ളൂ നിക്കാഹെന്ന്. നസീറിൻ്റെ ഉമ്മ പറയുന്നു, അതൊക്കെ പണ്ട്, ഇപ്പം കാര്യങ്ങൾ നോക്കുന്ന ഞങ്ങളല്ലയോ. ആരെന്ത് നോക്കിയാലും ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അങ്ങനെ സ്വന്തം കാര്യം തീരുമാനിക്കാൻ ഇവിടെ പറ്റില്ലെന്നാ പറഞ്ഞത്. അപ്പോൾ നസീറിൻ്റെ ബാപ്പ പറഞ്ഞു, നസീറെ, നീ അവിടെ മിണ്ടാതിരിക്കുക. സുബൈർക്ക ഇനി സംസാരിക്കാത്ത സ്ഥിതിക്ക് ഇനി സംസാരിക്കാനുള്ള അധികാരം എനിക്കാ. അതുകൊണ്ടേ ഞാനങ്ങ് തീരുമാനിക്കാൻ പോവാ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇനി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഞാൻ തിരിച്ചു പോന്നുള്ളൂ. ഞാൻ പറഞ്ഞതെല്ലാവരും കേട്ടല്ലോ. ഇനി ഇതിൻ്റെ പേരിലൊരു ചർച്ച വേണ്ട. രോഹിത് നല്ലവനായെന്ന് തോന്നും. ഓട്ടോറിക്ഷയിൽ എന്തൊക്കെയോ കവറിൽ വാങ്ങിക്കൊണ്ട് വരുന്നുണ്ട്. അകത്ത് ശ്യാമ ചായ ഇട്ടുകൊണ്ട് രോഹിത്തിന് കൊണ്ടുവന്ന് കൊടുക്കുന്നു. ശ്യാമ വലിയ സന്തോഷത്തോടെ രോഹിത്തിനോട് പറയുക, എത്ര നാളായി രോഹിത്ത് നമ്മളിങ്ങനെ സന്തോഷത്തോടെ ഇരുന്നൊരു ചായ കുടിച്ചിട്ട്. രോഹിത്ത് അതിന് പറയുക, കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നമായിട്ട് മറക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഓർമ്മയിൽ പോലും ഇനി അതൊക്കെ കടന്നു വരാത്ത രീതിക്ക് നമുക്ക് അകറ്റി നിർത്താം. എന്നിട്ട് നമുക്കൊന്ന് ജീവിച്ച് തുടങ്ങണം. ശ്യാമ വളരെ സന്തോഷത്തോടെ രോഹിത്തിൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറയുക, രോഹിത്തെ, ഇപ്പോഴും എനിക്കിത് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ നല്ലൊരു തുടക്കമാണ് ശ്യാമേ. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പഴയ ജീവിതത്തിലോട്ടങ്ങ് തിരിച്ചു പോയാലോ? ഇല്ല രോഹിത്തെ, ഇനി എൻ്റെ രോഹിത്തിന് പഴയതുപോലെ ജീവിക്കാനാകില്ല. കാരണം എൻ്റെ രോഹിത്തിൻ്റെ മനസ്സിൽ എന്നോടിപ്പോൾ ഉള്ള സ്നേഹം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ശ്യാമേ, നമുക്ക് അച്ഛനെ അമ്മയെ ഒന്ന് പോയി കാണണം. ഞാൻ മൂലം ഉണ്ടായ നഷ്ടങ്ങൾക്കും മാനനഷ്ടങ്ങൾക്കും ഒക്കെ ആ കാല് പിടിച്ചെനിക്ക് മാപ്പ് ചോദിക്കണം. എൻ്റെ രോഹിത്ത് എന്ന അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നാൽ മതി. രോഹിത്ത് എന്തൊക്കെ തെറ്റ് ചെയ്താലും അവരത് രോഹിത്തിനോട് ക്ഷമിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് രോഹിത്തിന് അറിയാവോ? രോഹിത്തിനെ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പോഴങ്ങോട്ടൊരു കാറ് വരുന്നുണ്ട്. കാറിൽ നിന്ന് സുസ്മിതയും ഉപേന്ദ്രനും ഇറങ്ങി വരുന്നുണ്ട്. രണ്ടുപേരും നല്ല ഗൗരവത്തിലാണ് വരുന്നതൊക്കെ. ശ്യാമയും രോഹിത്തും സന്തോഷത്തോടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് സുസ്മിതയും ഉപേന്ദ്രനും കാണുന്നു. സുസ്മിത പറയുക, ഭാര്യയും ഭർത്താവും കൂടെ പുതിയൊരു ഹണിമൂണിൻ്റെ പ്ലാൻ ചെയ്യുവാൻ തോന്നുന്നു. ഉപേന്ദ്രൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ കാറ്റ് തിരിഞ്ഞു വീശാൻ തുടങ്ങിയെന്നർത്ഥം.
ഇതേതായാലും നമുക്ക് അപകടമാണ്. സുസ്മിത വന്നിട്ട് ചോദിക്കുന്നു, അയ്യോ ഞങ്ങളിങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ട് വല്ലതും ആയോ? രോഹിത്ത് പറയുക, എന്ത് ബുദ്ധിമുട്ട്? ഇത് നിങ്ങൾക്കൂടെ കയറി വരാൻ അവകാശമുള്ള വീടല്ലയോ? സുസ്മിത പറയുന്നു, അതിലൊരു തിരുത്തുണ്ട് രോഹിത്തെ, നിങ്ങൾക്കും കൂടിയല്ല ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വീടായത്. നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? ഇത് ഞങ്ങൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള വീട്. ഉപേന്ദ്രൻ അല്പം ചൂടിലാണ് രോഹിത്തിനോട് സംസാരിക്കുന്നത്. മോനെ രോഹിത്തെ, എന്താ നിന്റെ ഉദ്ദേശം? അല്ല, എന്താ നിന്റെ പ്ലാൻ? അതെനിക്ക് ഉടനെ അറിയണം. ഞാൻ പറഞ്ഞല്ലോ, ഈ വീട് എനിക്ക് അത്രയ്ക്ക് പെട്ടെന്ന് ഒഴിഞ്ഞു തരാൻ പറ്റില്ലെന്ന്. അത്രമേൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഈ വീടുമായിട്ടുണ്ട്. സുസ്മിത പറയുന്നത്, നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നടാ? നിനക്കറിയാവുന്നതല്ലേ നിനക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത പ്രോപ്പർട്ടി ഏതെന്ന്. എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരെ പോലെ നന്നായിട്ട് തന്നെ എനിക്കും ജീവിക്കണം. എടാ ജീവിച്ചോടാ, നീ അങ്ങ് നന്നായിട്ട് തന്നെ ജീവിച്ചോ. പക്ഷേ നീ ഉപേന്ദ്രൻ്റെ മുതൽ കണ്ടിട്ടാവരുത്. ഒന്നുകിൽ നീ ഇതെനിക്ക് തിരിച്ചെഴുതി തരണം, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ പണം കിട്ടണം. രോഹിത്ത് പറയുക, എനിക്കിവിടുന്ന് ഇപ്പോൾ ഇറങ്ങാൻ പറ്റത്തില്ല, എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലമില്ല. സുസ്മിത പറയുക, അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി നോക്കിക്കോളാം. നോക്കാതെ വേറെ വഴിയില്ല രോഹിത്തെ. ഈ വിനാശകാലെ വിപരീത ബുദ്ധിയാന്ന് നീ കേട്ടിട്ടില്ലേ? അതിവിടെ ഇപ്പം നീ തന്നെ വിളിച്ച് വരുത്തിയിരിക്കുക. സുസ്മിത രോഹിത്തിൻ്റെ മുന്നിൽ വന്നു നിന്ന് കൈ ഞൂണ്ടിയിട്ട് പറയുക, എടാ നിന്റെ അന്തകനായിട്ട് നീ നിന്നെ തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, മനസ്സിലായോ? അനൂപ് വന്ന് ശാലിനിയുടെ അടുത്ത് നൂർജഹാനുമായിട്ടുള്ള കല്യാണത്തെക്കുറിച്ച് പറയുവാണ്. ശാലിനി പറയുക, എടാ ഇത് ശരിക്കും ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് എൻ്റെ ചേച്ചി, ഞങ്ങൾ ശരിക്കും ആലോചിച്ചിട്ടെടുത്ത തീരുമാനം തന്നെ ഇത്. എടാ നിങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. വീട്ടിലെ മുതിർന്നവരെ, അതായത് അച്ഛനും അമ്മയും, അവരോടൊക്കെ ആലോചിച്ചിട്ട് അവരൊരു തീരുമാനം എടുക്കട്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും ചേച്ചിയോട് പറയണ്ടല്ലോ. പിന്നെ അമ്മ, എൻ്റെ അമ്മ ഒരിക്കലും ഇതിന് സമ്മതിക്കത്തില്ല. പിന്നെ നിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോനെ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് എന്നും 2ാം സ്ഥാനമല്ല ഉള്ളു. നിൻ്റെ അമ്മ ഒരിക്കലും ഇതിനെ അംഗീകരിക്കത്തുമില്ല. വീട്ടിലവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ചേച്ചി മുന്നിൽ നിന്ന് ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് നടത്തി തരണമെന്ന് ഞാൻ പറയുന്നത്. ചേച്ചി പ്ലീസ് ചേച്ചി, ഒരാളും അറിയാതെ ഞങ്ങളിത് രഹസ്യമായിട്ട് വെച്ചോളാം. വേറെ ഒരാൾക്കും അവളെ വിട്ടുകൊടുക്കാനുള്ള മനസ്സെനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ചേച്ചി. അവളുടെ വീട്ടുകാരോട് മുട്ടി നിൽക്കാനുള്ള കഴിവും എനിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ലോക്ക് ചെയ്തു വെച്ചാലേ ഭാവിയിൽ ഞങ്ങൾക്കത് ഗുണം ചെയ്യുമല്ലോ. ശരിയടാ മോനെ, നമ്മൾ ഇങ്ങനെ ചെയ്തു വെച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. ഭാവിയിൽ ഇത് നിൻ്റെ അമ്മ ഇതിനെ അനുകൂലിക്കുമെന്ന് നിനക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? നിൻ്റെ അമ്മ ഇവളെ വലതുകാലം വെച്ച് മരുമകളായിട്ട് കയറ്റി സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതില്ല ചേച്ചി. പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? എവിടെ താമസിക്കും? ഇനി അഥവാ നിങ്ങളൊരു വീടെടുത്ത് എവിടെയെങ്കിലും താമസിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, ഈ നൂർജഹാൻ്റെ ബന്ധുക്കൾ നിങ്ങളെ അവിടെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുമോ? ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി? ചേച്ചി തന്നെ ഒരു വഴി എനിക്ക് പറഞ്ഞതാ. ആദ്യം നീ സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു വഴി കണ്ടുപിടിക്കുക, എന്നിട്ട് നമുക്ക് കല്യാണത്തെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോഴേക്കും നൂറിൻ്റെ വിവാഹം കഴിയും ചേച്ചി. ഇപ്പം തന്നെ അതിന് മറുപടി കൂട്ടിക്കൊണ്ടിരിക്കുക ആ നസീർ. ലോക ഫ്രോഡായ അവൻ്റെ ബീവിയാകുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാണെന്ന് അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നത്. എടാ മോനെ, നീ ഇപ്പം എൻ്റെ സമാധാനം കൂടെ കളഞ്ഞല്ലോടോ. ഇതൊക്കെ കൊണ്ടാ ചേച്ചി ഞാൻ ഈ രജിസ്റ്റർ മാരേജിന് വേണ്ടി ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നീ നിൻ്റെ അമ്മയെ ഫോൺ വിളിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് താ, ഞാൻ സംസാരിക്കാം. വേണ്ട ചേച്ചി, അതൊന്നും ശരിയാവില്ല. അമ്മ ഇതെങ്ങാണോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ ഈ നാട്ടിലേ നിർത്തത്തില്ല. ഞാൻ ഇങ്ങനെയൊക്കെ ആയതിൻ്റെ കാരണം ചേച്ചിയും ശാരദാമ്മയാണെന്നും പറഞ്ഞ് ശത്രുത കൂട്ടത്തതേ ഉള്ളൂ. നീ ഏതായാലും ഇന്ന് പോകണ്ട. ശാരദാമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് ഇന്ന് നീ ഇവിടെ താമസിക്കും. നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. സത്യമ്മ രാഘവേട്ടന് ഭക്ഷണം വാരി കൊടുക്കുവാണ്. രാഘവേട്ടൻ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നിർബന്ധം പിടിക്കുക. എനിക്ക് വേണ്ട ഫാമേ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്താ രാഘവേട്ടന് വിശപ്പില്ലാതിരിക്കാൻ കാര്യം എന്താ? എനിക്ക് വിശപ്പില്ലെന്നല്ലയോ പറഞ്ഞത്. ഓട്ടമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വിഷ്ണു ഓട്ടോറിക്ഷയായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. രാഘവേട്ട മര്യാദയ്ക്ക് കഴിക്കുന്നുണ്ടോ ഇല്ലയോ? അത് കേട്ടോണ്ടാണ് വിഷ്ണു വരുന്നത്. ആഹാ, അപ്പോഴേക്കും രണ്ടുപേരും വഴക്ക് തുടങ്ങിയോ? എടാ മോനെ, വഴക്കല്ലടാ, എനിക്ക് വിശപ്പില്ല മോനെ. അച്ഛാ ദാണ്ടെ നേരത്തെ അമ്മ ചായ കൊണ്ടുവന്നപ്പോഴും അച്ഛൻ വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പം ദാണ്ടെ കഞ്ഞി കോരി തരുമ്പോഴും അതും വേണ്ടാന്ന്. എന്താ അച്ഛാ ഇത്? എന്താ അച്ഛൻ ഇങ്ങനെ വിശപ്പില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അച്ഛൻ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ അമ്മയ്ക്ക് വിഷമമാവില്ലേ? എന്നാൽ പിന്നെ ഞാൻ പിന്നെ എന്തുവാ വേണ്ടത്? വേറെ ഒന്നും വേണ്ട, അച്ഛൻ ആ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചേ. കൊച്ചു കുട്ടികളോട് പറയുന്നത് പോലെ നമ്മുടെ വിഷ്ണു പറയുക, അച്ഛാ വാ തുറക്കാനാ പറഞ്ഞത്, വെറുതെ മസിൽ പിടിച്ചോണ്ടിരിക്കല്ലേ, വാ തുറന്നേ. പെട്ടെന്ന് രാഘവേട്ടൻ കഞ്ഞി വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. വിഷ്ണു സത്യാമ്മയോട് പറയുക, അമ്മ ഇനി പലഹാര സാധനങ്ങൾ ഉണ്ടാക്കി വീടാന്തരം വിൽക്കാനൊന്നും പോകണ്ട. അമ്മ അച്ഛനെ നോക്കി ഇവിടെ ഇരുന്നാൽ മതി. അപ്പോൾ വിഷ്ണു, നമ്മളെ കടക്കാർക്കൊക്കെ കൊടുത്ത വാക്കോ?
പലരെ ഒഴിവാക്കി നമുക്ക് വേണ്ടി അവർ ഓർഡർ തന്നതാ. അപ്പോൾ അവർ നമ്മളെ നോക്കിയാണ് ഇരിക്കുന്നത്. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ നമ്മൾ എത്തിച്ചു കൊടുക്കണ്ടേ? അമ്മയെ അത് പൊന്നി ചെയ്യട്ടെ. എൻ്റെ ഓട്ടോയിൽ കൊണ്ടു കൊടുക്കാൻ ഞാനും സഹായിക്കാം. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെയോടാ. എൻ്റെ അമ്മേ, ഞാനിപ്പോൾ ഓട്ടോ ഓടിക്കുന്നില്ലയോ? നമ്മുടെ 3 പേരുടെ കാര്യമല്ല ഉള്ളു. എൻ്റെ ഒരു ദിവസത്തെ വരുമാനം തന്നെ അതിന് ധാരാളമാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നവും മാറുമോ വിഷ്ണു? അമ്മ, ഞാനൊന്ന് നേരെ നിൽക്കട്ടെ. ഒഴുക്കിനെതിരെ നീന്തി പഠിച്ച് ഞാൻ വരുന്നതല്ലേ ഉള്ളു. എനിക്കൊരല്പം സമയം എന്താ? നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം. ഈ വിഷ്ണു പറഞ്ഞതൊന്നും കളിവാക്കല്ലച്ച. നമ്മളെ ചതിച്ചവരെ കൊണ്ട് തന്നെ നമ്മുടെ വീട് തിരിച്ചെഴുതിപ്പിക്കണം. അതിപ്പോൾ ചതിയെങ്കിൽ ചതി. ചതിക്കുത്തരം മുറിപ്പത്തലെന്ന് കേട്ടിട്ടില്ലേ? ഒരൊറ്റ എണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ മനസ്സിലുണ്ട് കനലെരിയുന്ന പോലെ ഓരോന്നിൻ്റെയും മുഖം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമ്മളെല്ലാം തിരിച്ചു പിടിച്ചിരിക്കും. നമ്മുടെ പഴയ വീടിൻ്റെ ഉമ്മറപ്പടിയിലെ ചാരുകസേരയിൽ ഒരു രാജാവിനെ പോലെ എൻ്റെ അച്ഛനെ കൊണ്ടുപോയി ഞാൻ ഇരുത്തും. അമ്മേ, ഇനി വഴക്കും ബഹളവും ഒന്നും ഉണ്ടാക്കല്ലേ. അച്ഛന് സമാധാനപരമായ ഒരു അന്തരീക്ഷം കൊടുത്തില്ലെങ്കിൽ അച്ഛൻ്റെ അസുഖം മാറത്തില്ല. സത്യാമ്മ അങ്ങോട്ട് എഴുന്നേറ്റിട്ട് പറയുക, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ പറഞ്ഞതുപോലൊക്കെ ഞാൻ സമ്മതിക്കുകയും ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഒരു കാര്യം നീയും കേൾക്കണം. ശാലിനിയുമായുള്ള എല്ലാ ബന്ധവും നീ അവസാനിപ്പിക്കണം. വിഷ്ണു അങ്ങ് അന്തം വിട്ട് നിൽക്കുക. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ ദുഷ്ടചിന്ത മാത്രമേ ഉള്ളല്ലോ എൻ്റെ അമ്മയുടെ മനസ്സിൽ. പറ്റുപോടാ നിനക്ക്? നിനക്ക് പറ്റുമെങ്കിൽ എനിക്കും എല്ലാം പറ്റും. സത്യാമ്മയുടെ ആ അഹങ്കാരത്തിന് മറുപടി ഒന്നും പറയാതെ ഇങ്ങനെ വിഷ്ണു സഹതാപത്തോടെ നോക്കിയിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. രാഘവേട്ടൻ പറയുന്നു, ഫാമേ, എനിക്ക് സത്യമായിട്ട് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിനക്കെങ്ങനെയാ ഇത്ര ക്രൂരമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്? അതിനുള്ള ഉത്തരവേ രാഘവേട്ടൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നെ രാഘവേട്ടനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന്. പപ്പിമോളും സത്യമോളും വാതിക്കലിരുന്നുകൊണ്ട് ഹോംവർക്കൊക്കെ എഴുതുവാണ്. ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് 2 ഗുണ്ടകളാണ് ഇറങ്ങി വരുന്നത്. അവന്മാർ കുട്ടികളെ ഇങ്ങനെ നോക്കുവാണ്. സത്യമോള് ചോദിക്കുന്നു, ആരാ പപ്പി അവരൊക്കെ? നമുക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ആ ഗുണ്ട പറയുന്നു, അതിൽ വലതുവശത്തിരിക്കുന്ന കുട്ടിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ പോയി ശാരദാമ്മയെ വിളിച്ചോണ്ട് വരാവേ എന്നും പറഞ്ഞ് സത്യമോൾ ഓടുന്നുണ്ട്. അപ്പോഴേക്കും ആ ഗുണ്ടകൾ പപ്പിമോളെ വാ പൊത്തിപ്പിടിച്ച് എളുപ്പം കാറിനകത്ത് കയറ്റി കൊണ്ടുപോവാണ്. മോളേന്നും പറഞ്ഞ് അലറി വിളിച്ചോണ്ട് ശ്യാമ ഉറക്കത്തിൽ ചാടി എഴുന്നേക്കുവാണ്. അടുത്ത് നോക്കിയിട്ട് രോഹിത്തിനെ അവിടെ അങ്ങ് കാണുന്നതുമില്ല. രോഹിത്തേ എന്ന് വിളിച്ചോണ്ട് ശ്യാമ ഓടി വരുവാണ്. അടുത്ത റൂമിലിരുന്നുണ്ട് രോഹിത്ത് എന്തൊക്കെയോ പേപ്പറുമൊക്കെ നോക്കുന്നു, മടക്കിയൊക്കെ വെക്കുന്നുണ്ട്. രോഹിത്ത് പേപ്പറൊക്കെ അലമാരിലോട്ട് വെക്കുമ്പോൾ ശ്യാമ അങ്ങോട്ട് ചെല്ലുക. എന്താ രോഹിത്ത് എന്ന് ചോദിക്കുമ്പോൾ രോഹിത്തിൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം. ഒന്നുമില്ല. പിന്നെ ഈ രാത്രി എഴുന്നേറ്റ് രോഹിത്ത് എന്ത് ചെയ്യുക? അത് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ വന്നതാ. അപ്പോഴാ ഇവിടെ കുറേ പേപ്പറുകൾ ചിതറിക്കിടക്കുന്ന കണ്ടത്. അത് ഞാൻ എടുത്തു വെക്കുമായിരുന്നു. രോഹിത്ത് കള്ളം പറയുവാണെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായി. അല്ല രോഹിത്തെ, ഞാനിവിടെ കുറച്ച് മുമ്പ് വന്നപ്പോൾ ഇവിടെ പേപ്പറൊന്നും കണ്ടില്ലായിരുന്നല്ലോ. അങ്ങനെ കണ്ടിരുന്നെങ്കിലേ ഞാനതെടുത്ത് വെക്കില്ലായിരുന്നോ? അത് ചിലപ്പോൾ നീ കിടന്നു കഴിഞ്ഞപ്പോൾ വീണതായിരിക്കും. ശ്യാമയ്ക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് രോഹിത്തിന്. ശ്യാമ പോയി കിടന്നോ, ഞാനങ്ങ് വന്നോളാം. നീ ചെല്ലി ശ്യാമേ, ഞാൻ വന്നോളാം എന്നും പറഞ്ഞ് രോഹിത്ത് വീണ്ടും വെള്ളം കുടിക്കുന്ന പോലെ അഭിനയിക്കുവാണ്. ശ്യാമ ഇങ്ങനെ സംശയത്തോടെ അങ്ങോട്ട് നടന്നു പോകുമ്പോൾ വീണ്ടും രോഹിത്ത് ആ ഫയലെടുത്ത് ആ അലമാരയുടെ താഴെയോട്ട് വെക്കുന്നുണ്ട്. ശ്യാമ മുറിയിൽ വന്നിരുന്ന് ആലോചിക്കുക, രോഹിത്ത് എന്തോ ഒളിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. എന്തായിരിക്കും അത്? അപ്പോൾ ഫ്രണ്ട്സ്, രോഹിത്ത് മറച്ചു വെച്ച ഫയൽ എന്താണെന്ന് ശ്യാമ കണ്ടുപിടിക്കും. അതിലെന്താണ് എഴുതിയിരിക്കുന്നതെന്നൊക്കെ ശാലിനിയോടും വിഷ്ണുവിനോടും ശ്യാമ പറയുകയും ചെയ്യും. അതിനുള്ള പരിഹാരമെല്ലാം ശാലിനി ചെയ്യുന്ന റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.